ഈസി കുക്ക് വിത്ത് അഞ്ജലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ അച്ചിങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി ഉള്ളിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാനിൽ അച്ചിങ്ങയും ഉള്ളിയും, ഇവിടെ ഞാൻ ടോട്ടൽ 8 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 4 എണ്ണം ഇപ്പോൾ വേവിക്കാൻ യൂസ് ചെയ്യുവാണ്. അത് ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേകാൻ വയ്ക്കും. ചെറു തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണം, കാരണം അടിക്ക് പിടിച്ചാലോ എന്നതുകൊണ്ടാണ്. ഈ അച്ചിങ്ങ നേരത്തെ വേവിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് വരാൻ ഭയങ്കര പാടാണ്. അപ്പം പെട്ടെന്ന് കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ട നല്ല രീതിയിൽ അച്ചിങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ പാത്രത്തിൽ നിന്ന് നമുക്ക് അച്ചിങ്ങ മാറ്റി വയ്ക്കാം, വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പാനൊന്ന് നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ പാം ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും പിന്നെ 4 ചുമന്നുള്ളിയും കൂടിയാണ് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കമുളകില്ലേ, ഉണക്കമുളക് പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് ഇല്ലെങ്കിൽ നമുക്കിവിടെ മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഇതിന് കിട്ടും. ഇനി അതൊന്ന് ചെറുതീയിൽ അതൊന്ന് നല്ല രീതിയിൽ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മെഴുക്ക് വരട്ടിയിൽ പ്രധാനമായിട്ട് നമുക്ക് അച്ചിങ്ങയുടെ ഒരു നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് തരുന്നത്. നമുക്ക് കൂടുതൽ മസാലകളൊന്നും ഇതിലില്ലല്ലോ. അപ്പം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. ഒരു 5 മിനിറ്റ് മതി ഇത് റെഡിയാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കണം. ഇപ്പം അച്ചിങ്ങ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഊണിനോടുകൂടി സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.